സേലത്തെ ദുർമന്ത്രവാദ വിചാരണ. സേലം വിച്ച്ക്രാഫ്റ്റ് ട്രയൽസ്. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ മാസച്യുസെറ്റ്സിലെ സേലം എന്ന ഗ്രാമത്തിൽ ചില പെൺകുട്ടികളിൽ അപസ്മാരം, ബാധ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. തുടർന്നുള്ള സംഭവങ്ങളിൽ 25ഓളം സ്ത്രീകളെ ദുർമന്ത്രവാദിനികളെന്ന് ആരോപിച്ച് തൂക്കിലേറ്റുന്നു. അന്ന് ദുർമന്ത്രവാദം നിയമപരമായി തെറ്റായിരുന്നതിനാൽ വിചാരണയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കുകയായിരുന്നു. ഇതിൽ ശിക്ഷ അനുഭവിച്ചവരെല്ലാം ദുർമന്ത്രവാദിനികളാണോ എന്നതാണ് ചോദ്യം. ഒന്നാമത് ഇവരെല്ലാം സ്ത്രീകളായിരുന്നു, പണവും പ്രതാപവും ഇല്ലാത്തവർ. ആർക്കും ആരോപണം ഉന്നയിക്കാമെന്ന അവസ്ഥ. ആരോപണത്തിന്റെ കൂടെ ശരീരത്തിലുള്ള മറുകുപോലും സാത്താനുമായുള്ള ബന്ധത്തിനുള്ള തെളിവായി മാറി. ഈ തൂക്കിലേറ്റുന്നവരുടെ പേരിലുള്ള ഭൂമിയും മറ്റും അധികാരികൾ ഏറ്റെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. സ്ഥലത്ത് നിലനിന്നിരുന്ന പുരാതന പ്രാർത്ഥനാ രീതികളോടുള്ള അസഹിഷ്ണുത കാരണം വ്യവസ്ഥാപിത രീതികളെ അനുസരിക്കാത്തവരെ ദുർമന്ത്രവാദം എന്ന മുദ്രകുത്തി ശിക്ഷിക്കാനുള്ള ത്വര ആൾക്കൂട്ട വിചാരണയിലേക്ക് നയിച്ചതുമാകാം. 15 തൊട്ട് 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഇതേ കാരണം ആരോപിച്ച് 50,000-ഓളം സ്ത്രീകളെ ക്രൂശിച്ച വിച്ച് ഹണ്ട് അതിന്റെ തുടർച്ചയായി നമുക്കിതിനെ കാണാം. ക്രിസ്തീയ വിശ്വാസപ്രകാരം മന്ത്രവാദം ചെകുത്താൻ സേവയെന്നും അത് വിശ്വാസത്തിനും സമൂഹത്തിനും ഭീഷണിയാണെന്നും കരുതപ്പെട്ടു. നമ്മൾ മുൻപ് കണ്ട ഇംഗ്ലീഷ് റിഫോർമേഷൻ സമയത്ത് കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ് എന്ന വിഭജിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും കൂടിയാണ് ഇത് നടന്നതെന്ന് കരുതപ്പെടുന്നു.